യെസ്, അപ്പോൾ കോൺഗ്രസ് മുഖ്യമന്ത്രി ആര് എന്ന് നിർണ്ണയിക്കാനുള്ള ഏറ്റവും നിർണായകമായ യോഗം നടക്കുന്നുണ്ട്. AICC നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ ഹയാത്ത് ഹോട്ടലാണുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടേക്ക് അവരെ കാണാനായി കോൺഗ്രസ് നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഒപ്പം തന്നെ വി.ഡി. സതീശനടക്കമുള്ള നേതാക്കൾ കൂടി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രജീഷ് വിവരങ്ങൾ നൽകും. രജീഷ്, അപ്പോൾ അവിടേക്ക് പോയി ഈ AICC നിരീക്ഷകരെ കാണുകയാണോ ഓരോ MLA മാരും? തീർച്ചയായിട്ടും താജ് യുവാന്തയിൽ നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുതിർന്ന PCC നേതാക്കൾ, ഒപ്പം തന്നെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ, MP-മാരൊക്കെ തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്കായി ഇവിടെ താജ് യുവാന്ത ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. AICC നിരീക്ഷകരെ കാണാനാണ് എല്ലാവരും നേതാക്കളും ഒറ്റക്കൊറ്റയ്ക്കാണ് ഈ നേതാക്കളെ കാണുന്നത്. നിലവിൽ VM സുധീരൻ കണ്ടു മടങ്ങി. PJ കുര്യൻ, K സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ ഇപ്പോൾ ഹോട്ടലിലെത്തി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. K സുധാകരൻ കയറിപ്പോകുന്നതിന് മുമ്പ് എന്താണ് ആർക്കാണ് പിന്തുണ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പിന്തുണ എല്ലാവർക്കും ഉണ്ട് എന്നാണ് ഇതുമായി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ജനവികാരം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിക്കുമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് ആണെങ്കിലും മറുപടി. അങ്ങനെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് നടക്കുന്നത്. 10:30-ക്കാണ് AICC അംഗങ്ങൾ KPCC-യിലേക്ക് നിരീക്ഷകർ KPCC-യിലെത്തി മറ്റ് MLA-മാരുമായി ഒക്കെ കൂടിക്കാഴ്ച. അതിനു മുമ്പുള്ള ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നതെന്നുകൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരം താജ് യുവാന്തയിലാണ് ഇപ്പോൾ ആ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. മുൻ KPCC പ്രസിഡന്റുമാർ, ഒപ്പം തന്നെ MP-മാരൊക്കെ തന്നെ ഈ കൂടിക്കാഴ്ചയ്ക്കായി ഇവിടെ എത്തിയിട്ടുണ്ട്. വി.ഡി. സതീശൻ അല്പസമയം മുമ്പ് അവരെ കാണാൻ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അങ്ങനെ നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ആരെ തീരുമാനിക്കണം, ആരാണ് മുഖ്യമന്ത്രി എന്നതിൽ നിർണായകമായ ഒരു കൂടിക്കാഴ്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രജീഷ്, അതായത് KPCC-യിൽ വെച്ച് അവരെ കാണുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ മുതിർന്ന നേതാക്കളും MP-മാരും ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഒരു കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അവരെ ഒരുപക്ഷെ നേരത്തെ തന്നെ അവരെ അറിയിച്ച് ഇവിടേക്ക് എത്താൻ അറിയിക്കുകയായിരുന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവരുടെ അഭിപ്രായം നേരത്തെ ആരാറിന് ശേഷം MLA-മാർ ജയിച്ചു വന്ന MLA-മാരുടെ അഭിപ്രായം കേൾക്കാമെന്ന ഒരു ധാരണയിലേക്കാണ് ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിയ നിരീക്ഷകർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള കൂടിക്കാഴ്ചകളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ആർക്ക് പിന്തുണ ആര് നൽകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും നിർണായകമായ കൂടിക്കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വി.ഡി. സതീശൻ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി ആവണമെന്ന് ജനവികാരം ഏറ്റവും കൂടുതൽ ഉള്ള ഒരാളാണ് വി.ഡി. സതീശൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ കാഴ്ച 10:30-ക്ക് മറ്റ് MLA-മാരുടെ കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് വി.ഡി. സതീശനുമായും ഒക്കെയുള്ള കൂടിക്കാഴ്ച ഏറെ നിർണായകമാണ്. ഒപ്പം തന്നെ മുൻ MP-മാരും ഒപ്പം തന്നെ മുൻ PCC പ്രസിഡന്റുമാരും ഒക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നത് നിർണായകമാണ്. അവരുടെ അഭിപ്രായം, കേരളത്തിലെ മുതിർന്ന നേതാക്കളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് ഈ AICC നേതൃത്വം ഒപ്പം തന്നെ നിരീക്ഷകർ, കേരളത്തിലെത്തിയ 2 നിരീക്ഷകർ ചോദിച്ചറിയും. അതിനുശേഷം ഇനി MLA-മാരുടെ അഭിപ്രായം കൂടി കേട്ട ശേഷമായിരിക്കും അന്തിമമായ ഒരു റിപ്പോർട്ട് ഹൈക്കമാൻഡിലെ സമർപ്പിക്കുക. അതിനുശേഷമായിരിക്കും ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തീരുമാനമാക്കുക. എന്തായാലും നിർണായകമായ യോഗം തന്നെയാണ് ഇവിടെ പുരോഗമിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ നേതാക്കൾ ഒരുപക്ഷെ എത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 9:50 കഴിഞ്ഞിരിക്കുകയാണ്. 10:30-ക്കാണ് KPCC-യിൽ മീറ്റിംഗ് പറഞ്ഞിട്ടുള്ളത്. അതുവരെ ഇവിടെ നേതാക്കളുമായി കേരളത്തിലേക്ക് എത്തിയ നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തും. അവർ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കും. ആർക്കാണ് പിന്തുണ നൽകുക, ഏതൊക്കെ നേതാക്കൾക്കാണ് ആരൊക്കെയാണ് പിന്തുണ നൽകുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും. അതിനുശേഷമാണ് പിന്നീട് KPCC-യിലെത്തി മറ്റു നേതാക്കളുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തുക. നിലവിൽ KPCC-യിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. അവിടെ ശക്തമായ എല്ലാ മാധ്യമങ്ങളൊക്കെ പുറത്താക്കിക്കൊണ്ട് ജയിച്ചു വരുന്ന MLA-മാരും ഒപ്പം തന്നെ നിരീക്ഷകരും മാത്രം ആണ് അകത്തുണ്ടാവുക. അത്തരത്തിൽ കർശനമായ രീതിയിലുള്ള നിബന്ധനകളോടെയാണ് AICC നിരീക്ഷകർ കേരളത്തിൽ മല്ലികാർജ്ജുന ഖാർഗെ ചുമതലപ്പെടുത്തിയ കേരളത്തിലെത്തിയ തിരഞ്ഞെടുപ്പിൽ ചുമതലയുള്ള ആളുകൾ ഈ MLA-മാരുമായി കൂടിക്കാഴ്ച നടത്തുക. എന്തായാലും വളരെ രഹസ്യമായ രീതിയിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിൽ കുറിച്ചുള്ള കൃത്യമായ ഒരു ചർച്ചകളും വിലയിരുത്തലുമാണ്. വളരെ നിർണായകമായ ചർച്ചകളാണ് തിരുവനന്തപുരത്ത് താജ് വിവാന്തയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. AICC നിരീക്ഷകരെ കാണാൻ പ്രധാനപ്പെട്ട നേതാക്കൾ, വി.ഡി. സതീശൻ അടക്കമുള്ള നേതാക്കൾ, K സുധാകരൻ അടക്കമുണ്ട്, MP-മാരടക്കം മുതിർന്ന നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 10:30-ക്കാണ് KPCC-യിൽ വെച്ച് നിരീക്ഷകർ MLA-മാരെ അടക്കം കാണുക എന്നുള്ള വിവരങ്ങൾ വരുന്നു. അതിനു മുൻപുള്ള ഒരു കൂടിക്കാഴ്ച